എക്സസൈസ് 5.1-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഡസ് ദ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻവോൾവ് മേക്ക് ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ? ഇതിലേതാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടാക്സി ഫെയർ ഈച്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിലോമീറ്ററിന് 50 റുപ്പീസാണ് പറഞ്ഞേക്കുന്നത്. ഫോർ ഫസ്റ്റ് കിലോമീറ്ററിനാണ് 50 റുപ്പീസ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഫോർ ഈച്ച് കിലോമീറ്റർ പിന്നെയുള്ള ഓരോ കിലോമീറ്റർ ₹8 പറയുന്നുണ്ട്. ഈച്ച് അഡീഷണൽ കിലോമീറ്ററിനും ₹8. അപ്പോൾ ആദ്യത്തെ കിലോമീറ്ററിന് മാത്രമേ ₹15 വരുന്നുള്ളൂ ടാക്സി ഫെയർ. അപ്പോൾ ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷനാണെന്നാണ് നോക്കേണ്ടത്, അതിൻ്റെ റീസണും. അപ്പോൾ ഇത് ജനറൽ ഫോം അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ A+D, A+2D, A+3D ഇതാണ് ഇതിൻ്റെ ജനറൽ ഫോം. അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെയാണ് ഈ ജനറൽ ഫോം. ഇതിൽ A എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടേം ആൻഡ് D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. അതായത് കോമൺ ആയിട്ട് ഈ നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ്. അത് ഈ പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും പറഞ്ഞുതരാം. ഇനി ടാക്സി ഫെയർ ഫോർ 1 കിലോമീറ്ററിന് ₹50 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഇതിനെ നമുക്ക് T1 എന്ന് വിളിക്കാം, T1. ഇനി ടാക്സി ഫെയർ ഫോർ 2 കിലോമീറ്റർ, അടുത്ത കിലോമീറ്ററിന് എത്ര വരുമെന്ന്. അപ്പോൾ നമുക്ക് T2 ആണ് കണ്ടുപിടിക്കുന്നത്. T2 എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ T1 അത് എത്രയാണ്? T1 പ്ലസ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ T1 ആദ്യം 15 എഴുതുക. 15 പ്ലസ് ഇനി നമുക്ക് ഓരോ അഡീഷണൽ കിലോമീറ്ററിനും 8 റുപ്പീസ് വരുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ 15 + 8 = 23. അപ്പോൾ ഇതാണ് T2. അടുത്ത് നമുക്ക് T3 കണ്ടുപിടിക്കാം. T3 കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് T1 അറിയാം 15, T2 അറിയാം 23, T3 കണ്ടുപിടിക്കണം. അപ്പോൾ T3 എന്ന് പറയുന്നത് ഈ 23ൻ്റെ കൂടെ പിന്നെയും അടുത്ത ഈ 23ൻ്റെ കൂടെ അടുത്ത കിലോമീറ്റർ 3 കിലോമീറ്റർ വരുമ്പോഴേക്കും 8 പിന്നെ ആഡ് ചെയ്യും. അപ്പോൾ ആൻസർ വരുന്നത് 31. അപ്പോൾ അങ്ങനെ ഇതെങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഈ സീരീസ് ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻ അങ്ങനെ പോകണമെന്ന് വെച്ചാൽ ആദ്യം T1 എഴുതും 15, രണ്ടാമത് T2 എന്ന് പറഞ്ഞാൽ 23, അപ്പോൾ 23 എഴുതി. പിന്നെ അടുത്തത് T3 എന്ന് പറഞ്ഞാൽ 31. ഇങ്ങനെയാണ് ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻ പോണത്. അപ്പോൾ ഇവിടെ നമുക്ക് T2 - T1 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ T2 എന്ന് പറഞ്ഞാൽ 23 - T1 അത് ഇതാണ് T1, T2, T3. അപ്പോൾ T2 - T1 എന്ന് പറഞ്ഞാൽ 23 - 15. 23 - 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 കിട്ടും. ഇനി അടുത്തത് കണ്ടുപിടിക്കാൻ പോകുന്നത് T3 - T2. ഇതാണ് T3, ഇതാണ് T2. അപ്പോൾ ഈ 31 - 23 എന്ന് പറഞ്ഞാലും നമുക്ക് 8 കിട്ടും. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡിഫറൻസ് ഇങ്ങനെ എടുത്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഡിഫറൻസ് ഇത് 2 ഡിഫറൻസ് എടുക്കുമ്പോൾ തന്നെ ഈക്വലാണ്, 2 സെയിം ആണെന്നുണ്ടെങ്കിൽ തന്നെ ഈ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ദെയർഫോർ ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഇന്ന് തന്നെ കോമൺ ഡിഫറൻസ്, ഇതാണ് കോമൺ ഡിഫറൻസ്. അതായത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ 8 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ D എന്ന് പറയുന്നതാണ് 8. അതായത് Dനെയാണ് നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ എമൗണ്ട് ഓഫ് എയർ പ്രസൻറ്റ് ഇൻ എ സിലിണ്ടർ പിന്നെ വാക്യൂം പമ്പ് റിമൂവ് ചെയ്യുമ്പോൾ എമൗണ്ട് ഓഫ് എയർ ഈ സിലിണ്ടറിൽ എങ്ങനെയാണ് ഈ വാക്യൂം പമ്പ് റിമൂവ് ചെയ്യുമ്പോൾ 1/4 ഓഫ് ദ എയർ റിമൂവ് ചെയ്യുമ്പോൾ എമൗണ്ട് ഓഫ് എയർ ഈ സിലിണ്ടറിൽ എന്തോരം പ്രസൻറ്റ് ചെയ്യേണ്ടത് അറ്റ് എ ടൈം, ആ സമയത്ത് എന്തോരം റിമെയിൻ ചെയ്യേണ്ടതെന്നുള്ള ആ എമൗണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാക്യൂം പമ്പ് ഇങ്ങനെ ഇത് പ്രവർത്തിച്ചിരിക്കുമ്പോൾ 1/4 ഓഫ് എയർ അതിൽ നിന്ന് റിമൂവ് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലെറ്റ് ദ ഫസ്റ്റ് ടേം നമ്മൾ ആദ്യത്തെ ടേം ഇവിടെ നമുക്ക് ടേംസുകളൊന്നും അറിയില്ല, ഈ പ്രോഗ്രഷൻ ടേംസുകളൊന്നും അറിയില്ല. പക്ഷേ നമ്മൾക്ക് ഇത് കണ്ടുപിടിക്കണം, അരിത്മെറ്റിക് ആ സീരീസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ T1 എന്നുള്ളത് നമ്മൾ X ആയിട്ട് എടുക്കും. ആ ആദ്യത്തെ സീരീസ് എന്ന് പറഞ്ഞാൽ X ആയിട്ട് എടുക്കുന്നു. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T2 കണ്ടുപിടിക്കണം. T2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ Xൽ നിന്ന് ആദ്യം ഉണ്ടായിരിക്കുന്ന എയറിൽ നിന്ന് അതിനാണ് X എന്ന് വിളിക്കുന്നത്. Xൽ നിന്ന് 1/4 ഓഫ് എയർ, അതായത് ആ ഉണ്ടായിരുന്ന എയറിൻ്റെ ടോട്ടൽ സിലിണ്ടറിൽ X എമൗണ്ട് ഓഫ് എയർ ഉണ്ടായി, അതിൻ്റെ 1/4 ഓഫ് എയർ, അതായത് X എന്നാണ് ആ ഇതിലുണ്ടായിരുന്ന എയറിനെ നമ്മൾ ഡിനോട്ട് ചെയ്ത് വിളിക്കുന്നത്. അപ്പോൾ ആ ടോട്ടൽ എമൗണ്ട് ഓഫ് എയറിൻ്റെ 1/4 ഇപ്പോൾ റിമൂവ് ആവുന്നത് ഓരോ പ്രാവശ്യം വാക്യൂം പമ്പ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ടോട്ടലിൽ നിന്ന് 1/4 ഓഫ് X
അതായത് ഇപ്പോൾ ഇതിന് LCM ഒന്നുമില്ല, അപ്പോൾ ഇതിൽ 1 ആയിട്ട് എടുക്കുക. അപ്പോൾ x/1. ഇനി LCM സെയിം ആക്കണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് x × 4. x × 4 മീൻസ് 4x. x × 4 = 4x. ഇനി അപ്പോൾ അതിൻ്റെ ആൻസർ ചെയ്ത് 4x മൈനസ് ഈ മൈനസ് അതുപോലെ തന്നെ ചെയ്താൽ 1 × x എന്ന് പറഞ്ഞാൽ x തന്നെ ഡിവൈഡ് ബൈ ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ LCM 4 ആയി. ഇനി ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 4x മൈനസ് x എന്ന് പറഞ്ഞാൽ 3x/4. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഫസ്റ്റ് T2ൻ്റെ ആൻസർ കിട്ടി 3x/4. ഇതാണ് രണ്ടാമത് ഇടുന്ന ആൻസർ. അതായത് ഇപ്പോൾ T1 x എന്ന് കിട്ടി, T2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3x/4 കിട്ടി. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് T3 ആണ്. T3 കണ്ടുപിടിക്കുമ്പോൾ നമ്മൾക്ക് 1/4 x റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള എയർ എന്ന് പറഞ്ഞാൽ 3x/4 ആണ്. പിന്നെ T3 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള എയർ ഇതാണ്, 3x/4 ആണ് ഇപ്പോൾ ആ സിലിണ്ടറിലുള്ളത്. 1/4 x റിമൂവായി, അതായത് 1/4 എയർ പോയി കഴിഞ്ഞപ്പം ബാലൻസ് ഉള്ളത് 3x/4. അപ്പോൾ ആദ്യം 3x/4 എന്ന് എഴുതുക. ഇനി ആ 3x/4ൻ്റെ 1/4 ആണ് ഇനി റിമൂവ് ആവുന്നത്. അപ്പോൾ ഈ 3x/4ൻ്റെ 1/4 ആണ് റിമൂവ് ആവുന്നതുകൊണ്ടാണ് മൈനസ് ചെയ്യണത്. ഈക്വൽ ടു രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം അല്ല, ഇവിടെ 4ഉം ഇവിടെ 4 × 4 അതായത് 16. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും 4 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ LCM സെയിം ആയി. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും 4 മൾട്ടിപ്ലൈ ചെയ്യും, മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ LCM സെയിം ആക്കാൻ വേണ്ടി താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 4 × 4 16, ഇവിടെ 4 × 4 16. അപ്പോൾ ഇവിടെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് 4 ആയിട്ട് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 3s are 12. 12x മൈനസ് ഈ 1 × 3x ആണ്. 1 × 3x എന്ന് പറഞ്ഞാൽ 1നെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ ആ നമ്പർ തന്നെ, എന്ത് നമ്പർ മൾട്ടിപ്ലൈ അത് തന്നെ വരും. അപ്പോൾ 3x ഡിവൈഡ് ബൈ ഇനി കോമൺ ആയിട്ട് ഒരുമിച്ച് ചെയ്തു. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 4 × 4 16, ഇവിടെയും ഡിനോമിനേറ്ററിൻ്റെ 4 × 4 16. അപ്പോൾ ഒരുമിച്ച് 16 എഴുതി. ഈക്വൽ ടു 12x മൈനസ് 3x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12ൽ നിന്ന് 3 കുറയ്ക്കുക. 12ൽ നിന്ന് 3 കുറയ്ക്കുമ്പോഴേക്കും 9 കിട്ടും. അപ്പോൾ 9. ഇനി x ചെയ്താൽ ഡിവൈഡ് ബൈ 16. ഇതാണ് ഇതിൻ്റെ T3. അപ്പോൾ T2, ഇത് T1. അപ്പോൾ 3 കിട്ടി, T1, T2, T3. ഇനി അടുത്തത് T4 കൂടി കണ്ടുപിടിക്കാം. അതായത് T4 ഈക്വൽ ടു ഇനിയിപ്പോൾ റിമൈനിങ് എയർ എന്ന് പറഞ്ഞാൽ 9x/16 ആണ്. 9x/16 x ആണ് റിമൈനിങ് എയർ. അപ്പോൾ അത് ചെയ്താൽ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട 1/4 ഈ എമൗണ്ടിൻ്റെ 1/4 ആണ് റിമൂവ് ആവുന്നത്. അപ്പോൾ 1/4 9x/16 ഈക്വൽ ടു ഇവിടെ 16 ഇവിടെ ഉണ്ട്, എൻ്റെ കൂടെ തന്നെ ഒരു 4 കൂടെ ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെ LCM എന്ന് പറഞ്ഞാൽ ഈ താഴെ വരുന്ന രണ്ട് നമ്പറുകളിൽ രണ്ടും ഈക്വൽ ആക്കണം. അപ്പോൾ ഇതിൽ 16 മാത്രമേ ഉള്ളൂ, ഈ 4 ഇല്ല. അപ്പോൾ ഇവിടെ 4 താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയി. 16 × 4 എന്ന് പറഞ്ഞ നമ്പറാണ്, അത് 64 ആണ് ഇവിടെ LCM ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് തമ്മിൽ ഇനി ഒരുമിച്ച് ഇത് ഇങ്ങനെ വരയിടാം. അപ്പോൾ 9 × 4 എന്ന് പറഞ്ഞാൽ 36. 9 4s are 36x minus 1 × 9 9x by 16 × 4. 16 × 4 എന്ന് പറഞ്ഞാൽ 64. അതായത് 36ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 27. 27 x ചെയ്താൽ 27x/64. Therefore the list of numbers, ഈ നമ്പേഴ്സുകളുടെ ലിസ്റ്റ് ചെയ്ത് നമ്മൾ ആദ്യം x 3x/4, ഇത് 3 കൂടി എഴുതുമ്പോഴേക്കും x 3x/4 9x/16 27x/64. ഇതാണ് കിട്ടുന്ന പ്രോഗ്രഷൻ. നമുക്ക് ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് T2 മൈനസ് T1 ചെക്ക് ചെയ്യാം. T2 എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് T1, ഇത് T2, ഇത് T3, ഇത് T4. അപ്പോൾ T2 മൈനസ് T1 ഈക്വൽ ടു T2 എന്ന് പറഞ്ഞാൽ 3x/4 മൈനസ് T1 എന്ന് പറഞ്ഞാൽ x. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഇല്ല, അപ്പോൾ 1 ആയിട്ട് എഴുതി. ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് അങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3x-നെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x തന്നെ സെയിം നമ്പർ തന്നെ ആയിട്ട് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി 4 × x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4x.
ഡിവൈഡ് ബൈ 4. ഇതെന്ന് പറഞ്ഞാൽ മൈനസ്, ഇത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഡിഫറൻസ് സൈൻ, ഇത് 3x എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇത് പ്ലസ് 3x ആണെന്ന്. അത് 3ൻ്റെ സൈൻ പ്ലസ്സും ഈ ടേമിൻ്റെ സൈൻ മൈനസും. അപ്പോൾ ഡിഫറൻസ് സൈനാണ്. ഡിഫറൻസ് സൈനാകുമ്പോൾ ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ മൈനസ് ചെയ്യണം. അതായത് 4ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. 4ൽ നിന്ന് 3 മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ, ഏത് നമ്പറാണ് വലുത്? 3 ആണോ 4 ആണോ? അപ്പോൾ 4 അല്ലേ വലുത്. അപ്പോൾ 4ൻ്റെ സൈൻ മൈനസ് ഇടുന്നു. 4ൽ നിന്ന് 3 കുറച്ചിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 1. പിന്നെ എക്സിൻ്റെ ടേമുകൾ തമ്മിൽ മൈനസ്, അപ്പോൾ x/4. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 1 മൈനസ്, അതായത് -1x എന്ന് പറഞ്ഞാൽ -x/4 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ T2 - T1 എന്ന് പറഞ്ഞാൽ -x/4 എന്ന് കിട്ടി. അടുത്തത് നമുക്ക് T2 - T1 കണ്ടാൽ പോരാ, T3 - T2 കണ്ടുപിടിക്കണം. അപ്പോൾ T3 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് T2 കിടക്കുന്നത്? അല്ല, T3 എന്ന് പറഞ്ഞാൽ 9x/16. അതിൽ നിന്ന് മൈനസ് T2 എന്ന് പറഞ്ഞാൽ 3x/4 ഈക്വൽ ടു, ഇവിടെ രണ്ടിൻ്റെയും LCM സെയിം അല്ല, ഇവിടെ 16ഉം ഇവിടെ 4ഉം ആണ്. ഇവിടെ എന്തെങ്കിലും തമ്മിൽ മൈനസോ പ്ലസോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ താഴെ ഒരേ നമ്പർ ആയിരിക്കണം. അതായത് ഇവിടെ 16 ആണെങ്കിൽ ഇവിടെ 16 ആയിരിക്കണം. അപ്പോൾ ഇത് അല്ലാത്തതുകൊണ്ട് 16 ആകാൻ വേണ്ടി 4 4s are 16, 4 × 4 ആണ് 16. അപ്പോൾ താഴെ മൾട്ടിപ്ലൈ ചെയ്യും, ആ നമ്പറിന് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇനി മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ചെയ്താൽ, അതായത് ഇവിടെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാനില്ല, ഇവിടെ ഓൾറെഡി 16 ആണ് രണ്ട് സ്ഥലത്ത് എടുക്കുന്നതുകൊണ്ട് ഇവിടെ ഒന്നുമില്ല മൾട്ടിപ്ലൈ. അപ്പോൾ 9x - 4 3s are 12. അപ്പോൾ ഈ മൈനസ് അതുപോലെ തന്നെ ഇത് ചെയ്യുന്നുള്ളൂ. 4 3s are 12. ഇവിടെ എക്സ് ആണെന്ന് വെച്ചാൽ എക്സ് ചെയ്തുക, ഡിവൈഡ് ബൈ രണ്ടിൻ്റെയും സെയിം ഡിനോമിനേറ്ററാണ് 16. അപ്പോൾ ഡിവൈഡ് ബൈ 16 ഈക്വൽ ടു, ഇനി രണ്ടിൻ്റെയും സൈൻ നോക്കുക. ഇത് 9 എന്ന് പറഞ്ഞാൽ പ്ലസ് 9x, അപ്പോൾ ഒരെണ്ണം പോസിറ്റീവ്, 12 എന്ന് പറഞ്ഞാൽ -12. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് സൈൻ ആകുമ്പോഴേക്കും മൈനസ് ചെയ്യണം എന്നർത്ഥം. 12ൽ നിന്ന് 9 മൈനസ് ചെയ്യുക. ഇനി വലുതിൻ്റെ സൈൻ ഇടുക. ആദ്യം സൈൻ ഇടുക, അല്ലെങ്കിൽ മാറിപ്പോവും. ആദ്യം സൈൻ ഇട്ട് വെച്ചിട്ട് വേണം മൈനസ് ചെയ്യാൻ. അപ്പോൾ വലുതിൻ്റെ സൈൻ മൈനസ് ഇട്ട് 12 ഡിഫറൻസ് സൈനുകൊണ്ട് മൈനസ് കുറയ്ക്കണം. അപ്പോൾ 12ൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 3 വരും. അപ്പോൾ 3x/16. അപ്പോൾ നോക്കിയേ, ഇവിടെ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ T2 - T1 എന്ന് പറഞ്ഞാൽ -x/4 കിട്ടി. T3 - T2 എന്ന് പറഞ്ഞാൽ -3x/16. രണ്ടും ഡിഫറെൻ്റ് ആണ്. അതായത് T2 - T1 ഈസ് നോട്ട് ഈക്വൽ ടു T3 - T2. therefore it is not an arithmetic progression. അതായത് it is not an AP. it is not an AP. ഇനി അതിൽ തന്നെ തേർഡ് പ്രോബ്ലം, കോസ്റ്റ് ഓഫ് ഡിഗിങ് എ വെൽ ആഫ്റ്റർ എവറി മീറ്റർ ഓഫ് ഡിഗിങ്. അതായത് ഒരു വെൽ എന്ന് പറഞ്ഞാൽ ഒരു കിണർ ഡിഗ് ചെയ്യണ കുഴിച്ചുകൊണ്ടിരിക്കണതിൽ എവറി മീറ്റർ ഓഫ് ഡിഗിങ്ങിനും കോസ്റ്റ് വരുന്നത് ₹150 ആണ്. അതായത് ആദ്യത്തെ ഒരു മീറ്റർ അത് പ്രത്യേകം എടുത്ത് പറയുന്നത് ഫോർ ദ ഫസ്റ്റ് മീറ്ററാണ് 150. എല്ലാത്തിനും കൂടെ ഫസ്റ്റ് മീറ്റർ വരും. ഒരു എവരി ഇതിൻ്റെ കൂടെ 150 വരും. അതായത് ആദ്യത്തെ ഒരു മീറ്ററിന് 150 വരും. അതുകൂടാതെ ആൻഡ് റൈസസ് അപ്പ് ബൈ, അതിൽ നിന്ന് പിന്നെ റൈസ് ചെയ്യും ₹50 ആയിട്ട് ഫോർ ഈച്ച് സബ്സിക്വൻറ്റ് മീറ്റർ. ഓരോ സബ്സിക്വൻറ്റ് മീറ്ററും 50 കൂടി വരും. 150 50 കൂടി വരും. അപ്പോൾ ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 150നെ നമുക്ക് T1 എന്ന് വിളിക്കാം. അപ്പോൾ T1 ഈക്വൽ ടു 150. ഇനി നമുക്ക് T2 അറിയില്ല. അപ്പോൾ T2 കണ്ടുപിടിക്കണമെങ്കിൽ T2ൻ്റെ കൂടെ T2 ഈക്വൽ ടു, ഇതിനെ നമുക്ക് A എന്ന് വിളിക്കാം. ഇത് A ആണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അനുസരിച്ച് ആദ്യത്തെ ടേം A. അത് നമുക്ക് അറിയാലോ, ജനറൽ ഫോമിൽ A + D, A + 2D, ഇതാണ് A + 3D, ഇങ്ങനെയാണുള്ള ഓർഡർ പോകുന്നത് എക്സെട്ര. അപ്പോൾ ഇതിൽ ഇത് A ആണ്. ഇനി അടുത്തത് നമുക്ക് അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ 150യുടെ കൂടെ, അതായത് ഈ 150 എല്ലാത്തിൻ്റെ കൂടെ വരും. 150യുടെ കൂടെ ഈ ഒരു എക്സ്ട്രാ ഒരു മീറ്ററും കൂടി വന്നപ്പോൾ ₹50 കൂടി ആഡായി. അപ്പോൾ അടുത്ത T2 എന്ന് പറഞ്ഞാൽ അടുത്ത 2 മീറ്റർ വന്നപ്പോഴേക്കും ഈ 50യും കൂടി ആഡായി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 150യുടെ 50 ആഡ് ചെയ്യുമ്പോൾ 200 ആയി. അപ്പോൾ T2 എന്ന് പറഞ്ഞാൽ 200 ആയി. ഇനി T3 കണ്ടുപിടിക്കണം. T3 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 കിലോമീറ്റർ എത്തിയപ്പോഴേക്കും 200 ആയി. പിന്നെ T3 എന്ന് പറഞ്ഞാൽ ആ 200ൻ്റെ കൂടെ അടുത്ത കിലോമീറ്റർ, മൂന്നാമത്തെ കിലോമീറ്റർ വരുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 50യും കൂടി ആഡ് ആവും. അതായത് എന്ത് വരും?
250 ആവും. അങ്ങനെ T4 എടുക്കുമ്പോൾ ഈ 250യുടെ കൂടെ പിന്നെ 50 ആഡ് ആവും, അതായത് 300 വരും. അപ്പോൾ T1, T2, T3, T4 കിട്ടി. എല്ലാത്തിൻ്റെ കൂടെ ഇങ്ങനെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഈ T2 മൈനസ് T1 കണ്ടുപിടിക്കണം. T2 മൈനസ് T1 ഈക്വൽ ആണോ നോട്ട് ഈക്വൽ ആണ്? T2 മൈനസ് T1 എന്ന് പറയുമ്പോഴേക്കും ഇവിടെ 200 മൈനസ് 150, ഇവിടെ T2 എന്ന് പറഞ്ഞാൽ 200 ആണ്, T1 150. കുറച്ച് കഴിയുമ്പോഴേക്കും 50 കിട്ടി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ T3 മൈനസ് T2 ആണ്. T3 എന്ന് പറഞ്ഞാൽ ഇത് 250, അത് മൈനസ് T2. അപ്പോൾ 250 മൈനസ് 200 ഈക്വൽ ടു, അപ്പോഴും കിട്ടും 50. ദാറ്റ് മീൻസ് എന്താണ്? T2 മൈനസ് T1 ഈക്വൽ ആണോ നോട്ട് ഈക്വൽ ആണോ? തമ്മിൽ രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ T2 മൈനസ് T1 ഈക്വൽ ടു T3 മൈനസ് T2. ഇത് രണ്ടും ഈക്വൽ ആണ്. therefore it is an AP. it is an AP, അതായത് it is an arithmetic progression. ഈ കോമൺ ഡിഫറൻസ് തമ്മിൽ നോക്കുമ്പോൾ എല്ലാം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇത് arithmetic progression ആണ്. ഈ ക്വസ്റ്റ്യനിൽ തന്നെ amount of money in the account, amount of money in the account every year when 10,000 is deposited at compound interest. അതായത് 10,000 റുപ്പീസാണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തേക്കണം അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ. അപ്പോൾ പെർ ആനം എന്ന് പറഞ്ഞാൽ ഒരു ഇയറിൽ 8% വെച്ച് ഇൻട്രസ്റ്റ് വരും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എമൗണ്ട് ഓഫ് മണി ഇൻ ദ അക്കൗണ്ട്, എന്തോരം എമൗണ്ട് ഓഫ് മണി അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും എവരി ഇയറിൽ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് അത് AP ആണോ എന്ന് നോക്കണം ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ എമൗണ്ട് 10,000-നെയാണ് നമ്മൾ T1 എന്ന് വിളിക്കുന്നത്. T1 ഈസ് ഈക്വൽ ടു 10,000, അതാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ 10,000. T2 കണ്ടുപിടിക്കുക. T2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യം 10,000 ഉണ്ടായിരുന്നത്. അപ്പോൾ 10,000 കൂടെ ഈ 10,000-ൻ്റെ 8% കൂടി ഈ T2, അതായത് അടുത്ത വർഷമാകുമ്പോഴേക്കും ഈ 10,000 കൂടെ ഈ 10,000-ൻ്റെ 8% കൂടി ആഡ് ആവും. അതുകൊണ്ടാണ് പ്ലസ് ഇട്ടത്. അപ്പോൾ ഈ 10,000-ൻ്റെ 8% കണ്ടുപിടിക്കണം. 10,000 ഇൻറ്റു 8% എന്ന് പറഞ്ഞാൽ 8/100. അപ്പോൾ ഇവിടെ ഇൻറ്റു ആകുമ്പോൾ നമുക്ക് ഇവിടെ 2 0 ഇവിടെയുണ്ട്, അപ്പോൾ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ബാലൻസ് വരുന്നത് ഇവിടെ 2 0 ആണ്. അതായത് ഈ 10,000 കൂടെ 8 എഴുതുക, ഒരു 2 0 മൾട്ടിപ്ലൈ ആണ്, അതായത് 100 ആണ് ഇവിടെ വരുന്നത്. അവിടെ 100 ആയിട്ട് വരും. അപ്പോൾ 100 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ ആ 8ൻ്റെ കൂടെ 2 0 ഇട്ടാൽ അത് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പോകണ്ട. ഇനി ഇത്രേ ഉള്ളൂ. അതായത് 10,000 കൂടെ 800 ആഡ് ചെയ്യുമ്പോൾ 10,800 ആയി. അതായത് രണ്ടാമത്തെ വർഷമായപ്പോഴേക്കും 10,800 ആയി. ഇനി T3 കണ്ടുപിടിക്കാം. മൂന്നാമത്തെ വർഷം എത്ര വരുമെന്ന്. മൂന്നാമത്തെ വർഷം ഇതിൻ്റെ 8% കണ്ടുപിടിക്കണേ. 2 വർഷമായപ്പോഴേക്കും ഇത്ര എമൗണ്ടായി മാറിക്കിടക്കണേണ്. അപ്പം ആ 10,800-ൻ്റെ 8% കണ്ടുപിടിക്കാം. അപ്പോൾ 10,800 പ്ലസ് ഈ 10,800-ൻ്റെ 8% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 8/100. അപ്പോൾ 2 താഴെ 2 0 ക്യാൻസലാക്കുക, ഇവിടെ ക്യാൻസലാക്കാം. അപ്പോൾ ഇതെത്ര വരും? 10,800 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 108 ഇൻറ്റു 8 കണ്ടുപിടിക്കുക. എത്ര കിട്ടും? 864 കിട്ടും. അതായത് 8 8s are 64, അപ്പോൾ 6, 8 8 64, അപ്പോൾ 6. ഇനി ഇവിടെ 0ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും 0 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. പിന്നെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും അത് ഒന്നും വരില്ല. അപ്പോൾ 0 ആയിപ്പോൾ. അപ്പോൾ 0ൻ്റെ കൂടെ ഈ 6 പ്ലസ് ആഡ് ചെയ്യുമ്പോൾ 6 ആയി. ഇനി 1 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ ഇവിടെ വരുന്നത് 864. ടോട്ടൽ വരുന്നത് 10,800 കൂടെ 864 ആഡ് ചെയ്യുമ്പോൾ 11,664. ഇതാണ് എത്ര? T3 വന്നാൽ 11,664. അപ്പോൾ അത് കിട്ടി. ഇനി ഇതുപോലെ തന്നെ T4 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇനി 8% ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇത് പ്ലസ് 11,664 ഇൻറ്റു 8/100. ഇതുപോലെ തന്നെ രണ്ടും കൂടി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ബൈ 100 ആണ്. അപ്പോൾ അതായത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും 93312 എന്ന് കിട്ടും. അപ്പോൾ ഡിവൈഡ് ബൈ 100 ആണ്. അതായത് ആൻസർ വരുമ്പോൾ 933
ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യുക 1 2 2 0 ആണെങ്കിൽ 2 ഡിജിറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഇവിടെ പോയിൻ്റ് ഇടുക, അതായത് 0.12 ഇതായിരിക്കും കിട്ടുന്ന ആൻസർ. അപ്പോൾ 11,664 പ്ലസ് 933.12. അപ്പോൾ ഇനി ഇത് ആഡ് ചെയ്തിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ 12,597.12 കിട്ടും. ഇപ്പം നോക്കുമ്പോൾ തന്നെ അറിയാം ഈ T2 നിന്ന് T1 കുറച്ച് കഴിഞ്ഞാൽ 800 കിട്ടും, അതായത് T3 നിന്ന് T2 കുറച്ച് കഴിഞ്ഞാൽ 800 അല്ല കിട്ടുന്നത്, നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ T2 മൈനസ് T1 ഒരിക്കലും നോട്ട് ഈക്വൽ ടു T3 മൈനസ് T2. therefore it is not an arithmetic progression. It is not an arithmetic progression. Okay. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഈ ക്ലാസ് കാണുന്നവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഡൗട്ട് ഉണ്ടെങ്കിൽ, പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏത് CBSE ആണോ മറ്റേ സ്റ്റേറ്റ് സിലബസ് ആണോ ഏതാണ് 10th എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊരു കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ഡിസ്കസ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.